പ്രൈസിലൂടെ ദൈവനാഥത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളോട് ഇച്ചിരി വചന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഞാൻ ഹിന്ദു ഫാമിലിയിലാണ്. ഞാൻ കൺവെർട്ടൊന്നും ആയിട്ടില്ല. ഞാൻ ഹിന്ദുവായിട്ട് തന്നെ നിൽക്കുന്നു ഇപ്പോഴും. പക്ഷേ ഞാൻ ജീസസ് വിശ്വാസിയാണ്. ജീസസ് വിശ്വാസി അതിൻ്റെ കാരണം അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളും മുമ്പേ തന്നെ ഞാൻ കണ്ടിരുന്നതാണെന്ന് ഇരമ്യാവിൻ്റെ 1 വാക്യം പറയുന്നത് കൊണ്ടാണ്. ഈ നേരത്തെ അമ്പലത്തിലെല്ലാം പോയി, അമ്പലത്തിൽ പോകും, അർച്ചന കഴിക്കും, എടുക്കും, പോരും, നിമിഷം ഞാൻ പറഞ്ഞു വരും. ഞാൻ ഹിന്ദു വിശ്വാസവും ഞാൻ ജീസസിൽ ആ ഒരു 2 വിശ്വാസവും കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ഹിന്ദു വിശ്വാസത്തിൽ അമ്പലത്തിൽ പോകുന്നു, അർച്ചന കഴിക്കുന്നു, നമ്മുടെ പേരെഴുതി കൊടുക്കുന്നു, നാൾ കൊടുക്കുന്നു, അർച്ചന കഴിക്കുന്നു, അർച്ചന കൊണ്ട് അവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ അമ്പലത്തിനൊന്ന് ചുറ്റി വലം വെക്കുന്നു, പിന്നെ ഒക്കെ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ പ്രസാദം തരുന്നു, ഇത് വെക്കുന്നു, പോരുന്നു. ഇന്ന് വരെയും ഞാൻ അമ്പലത്തിൽ പോയി എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ പോയി ഇന്ന് വരെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയോ എനിക്ക് കണ്ണുനീര് വരികയോ ചെയ്തിട്ടില്ല. അതൊരു ക്രമം പോണക്ക് ചെയ്യുന്നു, എടുക്കുന്നു, പോരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ബൈബിളാണ്. ഇത് എടുത്ത് എൻ്റെ മുറിയിലിരുന്ന് ഞാൻ കഥ അടച്ചിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറയും. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു ഇത്. കാരണം ഇതിൻ്റെ അതിൽ ജീസസ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ജീസസിനെ ഫോളോ ചെയ്യാൻ കാരണമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. കാരണം ജീസസ് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സങ്കടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ കണ്ണുനീരോടെ നമ്മുടെ റൂം അടച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഒരു വിഗ്രഹവുമില്ല, ഒരു കാര്യവുമില്ല, ഒന്നുമില്ല. നമ്മൾ സ്വർഗത്തിലുള്ള ദൈവത്തിനോട് മാത്രം നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ട് നമ്മളെ തള്ളിക്കളയാത്ത ഒരു ദൈവമാണ്. മനുഷ്യരോട് സങ്കടം പറഞ്ഞാൽ അവർ നമ്മളെ പരിഹസിക്കും, അവർ നമ്മളെ ചീത്ത വിളിക്കും, അല്ലെ പരിഹസിക്കും, അല്ലേ? ഇക്കാലത്ത് എനിക്കൊരു സങ്കടം ഉണ്ടോയെന്ന് തിരക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ന് അധികമായിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല ആധികാരികമായിട്ട് ദൈവം പറയത്തില്ല, നീ എന്തിനാ എന്നോട് സങ്കടം പറയുന്നത്? ദൈവം പറയുമോ? ഇല്ല. ദൈവം ഇപ്പം നമുക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണം. അപ്പം നമ്മളിങ്ങനെ ദൈവത്തിനോട് പറയും, ദൈവമേ എനിക്കൊരു ഭവനം, വീട് വേണം. നമുക്കിപ്പോൾ മറ്റാൾക്കാരോട് പറയാൻ പറ്റും. ദൈവത്തിനോട് എന്തും നമുക്ക് ചോദിക്കാം. ആധികാരികമായിട്ട് നമുക്ക് ദൈവത്തിനോട് ചോദിക്കാം. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതെടുത്ത് ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഇത് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഈ വചനത്തിൽ കൂടെ ഞാൻ സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഭൂമിയിൽ ജീവനോടെ ഇരിക്കയില്ലായിരുന്നു. എന്നേ ഞാൻ ഈ ലോകത്തിൽ നിന്നും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള മുറിവും വേദനയും വഞ്ചനയും ചതിയും സകലതും എനിക്ക് ലഭിച്ച് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അപ്പം എനിക്ക് കിട്ടിയ വചനമാണ്, നിന്നെ ദുർമരണത്തിനല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്. നീ എൻ്റെ മകളാണ്, എനിക്ക് നിന്നെ വേണം. ആർക്ക് നിന്നെ വേണ്ടെങ്കിലും കുഞ്ഞെ നീ എൻ്റേതാണ്. വചനം പറയുന്നു, കുഞ്ഞെ നീ എൻ്റേതാണ്, നിന്നെ എനിക്ക് വേണം, നിന്നെ ഇതിനല്ല ഞാൻ വിളിച്ചിരിക്കുന്നതെന്ന്. ആ വചനം കേട്ടാൽ അതിൽ നിന്നും പിന്തിരിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത്. പോട്ടെ. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഫിലിപ്പിയർ ലേഖനം 4:4 പറയുന്നത് എന്തോ? സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അതായത് സുഖത്തിലും ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ഇല്ലായ്മയിലും എല്ലാം നിങ്ങൾ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. എല്ലാത്തിലും നിങ്ങൾ സന്തോഷിപ്പിൻ എന്നാണ് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. കാരണം ദുഃഖത്തിലാർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? ഭാരത്തിലാർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? പ്രയാസത്തിലാർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? പക്ഷെങ്കിൽ കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോഴും നീ സന്തോഷിപ്പിൻ എന്ന് പറയുന്നത്, നീ എൻ്റെ വചനം വിളിച്ചപേക്ഷിച്ച് ഞാൻ നിനക്ക് തരുന്ന ആലോചനയിൽ കൂടി നീ സന്തോഷിപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. നിന്നെ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നീ എന്നോടല്ലേ പറയുന്നത്? നിൻ്റെ ദൈവമായ കർത്താവിനോടല്ലേ പറയുന്നത്? നീ ജീവനുള്ള നിൻ്റെ ദൈവത്തിനോടല്ലേ നീ പറയുന്നത്? അത് ഞാൻ കേൾക്കാതിരിക്കുമോ? നിൻ്റെ കണ്ണുനീര് ഞാൻ കാണാതിരിക്കുമോ? അതെൻ്റെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. നിൻ്റെ സങ്കടം അത് എൻ്റെ സങ്കടമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യപുത്രനായിട്ട് വന്നു. ഈ ലോക ജീവിതത്തിൽ ജീവിച്ച് ഒരു മനുഷ്യനുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എല്ലാം ദൈവപുത്രൻ അതേപടി അനുഭവിച്ചാണ് ദൈവപുത്രൻ പോകുന്നത്. അപ്പം എന്തുവാ
നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകുവേ. ക്രിസ്തു എന്തിനാ അങ്ങനെ വന്ന് ഇവിടെ ജീവിച്ചത്, ലോകത്തിൽ വന്നത്? ക്രിസ്തുവിൻ്റെ ഭാവം എന്തുവാ? എന്തോ ക്രിസ്തുവിൻ്റെ ഭാവം? സൗമ്യത, സ്നേഹം, സത്യം സംസാരിക്കുക, സത്യം പ്രവർത്തിക്കുക, സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുക, ആരെയും കബളിപ്പിക്കാതിരിക്കുക, ആരെയും വഞ്ചിക്കാതിരിക്കുക, ആരെയും ഉപേക്ഷിക്കാതിരിക്കുക, എല്ലാവരെയും ചേർത്തുകൊള്ളുക, എല്ലാവരെയും ചേർത്തുകൊള്ളുക. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ക്രിസ്തു ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങൾ ബൈബിളിൽ ഉടനീളം പരിശോധിച്ചാൽ കാണുന്നത് ഇന്ന് മനുഷ്യർ മാറ്റി നിർത്തും പലതും. നിങ്ങൾ സഭയിലായാലും നിങ്ങളെ വീടുകളിലായാലും സമൂഹത്തിലായാലും മനുഷ്യർ നമ്മളെ മാറ്റി നിർത്തും. പല കാരണങ്ങളുണ്ട് അവർക്ക് മാറ്റി നിർത്തുവാനുള്ള, പല സാഹചര്യങ്ങൾ, പല കാരണങ്ങളുണ്ട് അവർക്ക് പറയാൻ മാറ്റി നിർത്താനുള്ള. പക്ഷെങ്കിൽ യേശുക്രിസ്തു ആരെയും മാറ്റി നിർത്തിയില്ല. യേശുക്രിസ്തു ആരെയും തന്നെ മാറ്റി നിർത്തിയില്ല. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് ആരെയാണ് യേശുക്രിസ്തു മാറ്റി നിർത്തിയത്? യവനെന്നും യഹൂദനും ജാതിയും മതവും ഭേദവും ഒന്നും കൂടാതെ യേശു എല്ലാവരെയും സൗഖ്യമാക്കിയില്ലേ? പാപിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നു. പാപിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ എന്തോ കർത്താവ് ചെയ്തേ? ഈ പാപം അവളോട് ചെയ്തു കൂട്ടിയവരാണ് അവളെ ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ട്, കർത്താവെ ഇവള് വേശ്യയാണ്, ഇവള് പാപം ചെയ്ത് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നത് അല്ലേ? ആന്നു. അന്നേര സമയത്ത് ജീസസ് എന്തോ ചെയ്തു? ഒരു സ്ത്രീ വേശ്യയാകണമെങ്കിൽ, അല്ലെ ഒരു സ്ത്രീ പാപി, അങ്ങനെ ആ രീതിയിലൊരു പാപിയാകണമെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അവളോട് പാപം ചെയ്തതാരാ? ആണുങ്ങൾ, പുരുഷന്മാർ അവളോട് പാപം ചെയ്തിട്ടല്ലേ അവൾ പാപിയായത്. ആ പുരുഷന്മാരെല്ലാവരും കൂടാണ് ന്യായവിധിക്ക് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുന്നത്. എന്നിട്ട് പറഞ്ഞ എന്തുവാ? കർത്താവേ ഇവള് വേശ്യയാണ്, ഇവള് പാപം ചെയ്ത് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതിനാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെയ്തത്. യേശുക്രിസ്തു എന്തുവാ പഠിപ്പിച്ചത്? എന്തുവാ പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞു, ശരി അവളെ കല്ലെറിഞ്ഞു കൊല്ലേ. നിങ്ങളിൽ ഒരുവൻ ഇവളോട് പാപം ചെയ്തിട്ടില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെന്ന് ജീസസ് പറഞ്ഞു അല്ലേ? നിങ്ങളിൽ ആരെങ്കിലും ഇവളോട് പാപം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലെറി. അവിടെ തന്നെ ക്രിസ്തു അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ശിക്ഷിക്കേ. നിങ്ങളിൽ ആരെങ്കിലും ഒരു പുരുഷൻ ഇവളെ പാപം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പുരുഷൻ ഇവളെ കല്ലെറിയാൻ പറഞ്ഞു. കർത്താവ് അത്രേ പറഞ്ഞു. കർത്താവ് അത് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ കുനിഞ്ഞു മണ്ണിനകത്തിൽ എഴുതിക്കൊണ്ടിരുന്ന കാലുകൊണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ കർത്താവ് മുഖം ഇത് നോക്കിയപ്പം ഒരുത്തരുമില്ല. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരിക്കലും ഭാവിയെ തീർത്തില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരിക്കലും അവളെ വേശ്യയാക്കുന്ന ആരാ? പുരുഷന്മാർ അല്ലേ? പുരുഷന്മാരില്ലാതെ അവൾ ഒരിക്കലും ഇതാകത്തില്ലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ അവളോട് പാപം ചെയ്തിട്ട് ഈ പുരുഷന്മാരാണ് അവളെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചത്? കർത്താവ് തലപൊക്കി നോക്കിയപ്പോൾ, കുറച്ച് സമയം കഴിഞ്ഞ് തലപൊക്കി നോക്കിയപ്പോൾ ഒറ്റ ഒരു പുരുഷന്മാരില്ല ഇവളെ കല്ലെറിയാൻ കൊണ്ടുവന്നേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അവരെല്ലാം ഇവളോട് പാപം ചെയ്താണ് ഇവളെ പാപിയാക്കിയത്. ഞാനുണ്ട് കുറ്റം ചെയ്തിട്ട് അവിടെ മണ്ടയ്ക്ക് സകല കുറ്റവും വയ്ക്കാനെ കൊണ്ട് കടന്നു ചെല്ലുന്നു. നേനെയുണ്ടേ. ഈ പുരുഷന്മാരെല്ലാം അവളുടെ അടുത്ത് കുറ്റം ചെയ്തിട്ട് അവളെ പാപിയായും അവളെ കുറ്റക്കാരിയായിട്ടും ക്രിസ്തുവിൻ്റെ അടുത്ത് കുറ്റം വിധിക്കാൻ കൊണ്ടില്ലുകയാണ് ചെയ്യും അല്ലേ? നോക്കണേ, എല്ലാവരും കർത്താവ് മുഖം നോക്കിയപ്പോൾ എല്ലാവരും അവരുടെ പാട്ടിന് പോയി. ആരുമില്ല അവളെ കല്ലെറിയാനും കുറ്റം വിധിക്കാനും ആരുമില്ല. ആ പുരുഷന്മാരിൽ ഒരുത്തൽ പോലും ഇല്ലായിരുന്നു. അപ്പോഴാണ് കർത്താവ് അവളോട് പറയുന്നത്, സ്ത്രീയെ അവരാരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവരാരും നിനക്ക് കുറ്റം വിധിച്ചില്ലേ? ഇല്ലോ പ്രഭു എന്ന് പറയുമ്പം കർത്താവ് എന്തോ പറയുന്നത്? സ്ത്രീയെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷേ മേലാൽ ഇനിയും പാപം ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാണ് ആ സ്ത്രീയെ നീതീകരിച്ച് കർത്താവ് വിടുന്നത്. അതുപോണക്ക് തന്നെ കർത്താവ് ആരെ മാറ്റി നിർത്തി? രക്തസ്രവമുള്ള സ്ത്രീ, എത്രയോ വർഷമായിട്ട് 12 വർഷമായിട്ട് രക്തസ്രാവമായിട്ട് എല്ലാ പൈസയും ഡോക്ടറിനും കാര്യങ്ങൾക്കും എല്ലാം കൊടുത്തിട്ട് രക്ഷ പ്രാപിക്കാതിരുന്നപ്പോഴേ ആരോ പറഞ്ഞറിഞ്ഞു ക്രിസ്തു അതിലെ കൂടെ പോകുന്നു. അപ്പോൾ അവിടെ മനസ്സിൽ വന്നു, അവിടെ വിശ്വാസമാണ്. അവളുടെ മനസ്സിൽ വന്നു, ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അതവളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് തിക്കും തിരക്കും ഉള്ളിടത്ത് അവൾ പുറകൂടെ ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തുടർന്നു. അപ്പോൾ കർത്താവ് തിരിച്ചറിയുന്നു, കർത്താവിൽ നിന്ന് ശക്തി പോയെന്ന് അറിഞ്ഞാണ് എന്നെ തൊട്ടതാരെന്ന് കർത്താവ് ചോദിക്കുന്നത്. തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ത്രീ
അപ്പോഴാ പറയുന്നത്, സ്ത്രീയോട് പറയുന്നില്ലേ, നിൻ്റെ വിശ്വാസം, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വല്ല നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന്. ആ ക്ഷണത്തിലെ സ്ത്രീ സൗഖ്യമായി. അപ്പം വിശ്വാസമാണ് ഏറ്റവും വലുത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കർത്താവിന് ഇഷ്ടമില്ല. 1000 10,000 പ്രസംഗിച്ചിട്ടും വചനങ്ങൾ പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. അതിലൊന്നെങ്കിലും നിരപ്പാകുന്നെങ്കിൽ നടപ്പാക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം കർത്താവിന് വിശ്വാസമില്ല, പ്രവൃത്തി കൂടാതുള്ള വിശ്വാസം കർത്താവിനെ ഇഷ്ടമില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് യവനനും യഹൂദനും ഒന്നും പേരില്ല, അതെല്ലാവരെയും സൗഖ്യമാക്കി. രോഗികൾക്കെല്ലാം വൈദ്യനായിരുന്നു അല്ലേ. അന്ന് കുരുടനെ കാഴ്ചയുള്ളവനാക്കി, മുടന്തനെ നടത്തി, പക്ഷപാതം പിടിച്ചവനെ നടത്തി, മരിച്ച ലാസറയെ നാറ്റം വെച്ച് അടക്കി 4 ദിവസമായ ലാസറയെ ഉയർപ്പിച്ചു. അപ്പം ക്രിസ്തു ആരെയെങ്കിലും മാറ്റി നിർത്തിയോ? ഇന്ന് എല്ലാവരും എല്ലായിടത്തും പല കാര്യങ്ങളും നോക്കി മാറ്റി നിർത്തും. പല കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത്, മാറ്റി നിർത്താനുള്ളത്. അത് ഒന്നും കർത്താവിൻ്റെ ഹിതവുമല്ല, കർത്താവ് പറയുന്നതുമല്ല. കർത്താവിൻ്റെ അടുത്ത് എല്ലാവരും സമന്മാരാണ്. എല്ലാവരും കർത്താവ് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നീതിയോടെ വ്യവഹരിക്കുന്ന ആരെയും കണ്ടില്ല. കണ്ടോ? ആരെയും കണ്ടില്ല. വചനം പറയുമല്ലേ, ആരെയും കണ്ടില്ല. എല്ലാവരും ഒരു പോണക്ക് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നീതിയോടെ വ്യവഹരിക്കുന്ന ആരെയും ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പം മനുഷ്യനാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ, അത് സമൂഹത്തിലായാലും വീട്ടിലായാലും ചർച്ചിലായാലും എവിടെയായാലും മാറ്റി നിർത്തുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ വിശ്വാസത്തെ കാണുന്ന ദൈവം, നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവം, നമ്മുടെ വിശ്വാസത്തെയും പ്രവൃത്തികളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം നന്നായി അറിയുന്ന കർത്താവ് ആണ് മാറ്റി നിർത്തത്തില്ല. ഇന്ന് വരെ എൻ്റെ കർത്താവ് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, എങ്ങും മാറ്റി നിർത്തില്ല. എൻ്റെ കർത്താവ് തക്ക സമയത്ത് തന്നെ എന്നെ ചേർത്ത് നിർത്തി, എന്നെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് നിർത്തി ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുന്നിൽ ഇരുട്ട്, അന്ധകാരം, ഒന്നുമില്ല, ശൂന്യത, ഫെഡപ്പായ നിമിഷങ്ങൾ, ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും മാനസിക ആഘാതത്തിൽ സ്ട്രോക്കിൽ പോകുമോ എന്ന് പോലും വിചാരിച്ചു. സ്ട്രോക്കിൽ പോലും ഞാൻ പോകുമെന്ന് വിചാരിച്ചു. മെൻ്റൽ റിട്ടയർ ഞാൻ ആകുമെന്ന് ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് അതികഠിനമായ മാനസിക വേദനയിൽ കൂടെ ഞാൻ കടന്നപ്പോഴും ഞാൻ പറഞ്ഞു നീ എന്നെ പണിതെടുക്കാൻ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ വിടുതൽ തന്നു തൻ്റെ പക്ഷത്താക്കി എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നതിന് കർത്താവ് ഞാൻ ഇടപെടാതെ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇടപെടാതെ സേവിക്കുന്ന ദൈവം എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവമാണ് നമ്മളെ അറിയുന്നത് വേറൊരു വ്യക്തിയോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭക്തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഒരു ഭക്തൻ എങ്ങനെയുള്ള വിശ്വാസിയാണ്, ആ ഭക്തൻ ആ വിശ്വാസത്തിൽ കൂടെ എന്ത് പ്രവർത്തിക്കുന്നു, വിശ്വാസം പ്രവൃത്തിയില്ലാത്തതാണോ, ഇതെല്ലാം കർത്താവ് ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന മുകളിലിരിക്കുന്നത്. മനുഷ്യർ വിധിക്കുന്ന കണക്കല്ല കർത്താവ് വിധിക്കുന്നു. മനുഷ്യർ മുഖം നോക്കുന്നു, മനുഷ്യർ കളർ നോക്കുന്നു, മനുഷ്യർ മറ്റു പലതും നോക്കുന്നു, സാമ്പത്തികം നോക്കുന്നു, അല്ലെങ്കിൽ മറ്റു പലതും മനുഷ്യർ നോക്കുന്നു. പക്ഷെ നമ്മുടെ കർത്താവോ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഹൃദയത്തെ മാത്രം നോക്കുന്നു. കർത്താവിനത് മതി. കർത്താവിനല്ലാതെ യാതൊന്നും വേണ്ട. നിൻ്റെ സത്യസന്ധമായ ഹൃദയമോ, നിനക്ക് മനുഷ്യരെ സഹായിക്കാനുള്ളതോ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഹൃദയമുണ്ടോ, സ്നേഹമുണ്ടോ, നിഷ്കളങ്കമായ സ്നേഹമുണ്ടോ, മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാനുള്ള ഇതുണ്ടോ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഇതുണ്ടോ? മനുഷ്യരോട് ആദ്യം എന്തുവാ വേണ്ടുന്നത്? മനുഷ്യരോട് നന്നായിട്ട് സംസാരിക്കുക. നമ്മുടെ സംസാരമാണ് നമ്മളെ ഇതാക്കുന്നത്. മനുഷ്യനോട് നല്ലതായിട്ട് സംസാരിക്കുക, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞു അല്ലേ. നല്ല ശമരിയക്കാരനാരാ? നല്ല ശമരിയക്കാരനാണ് പുരോഹിതനോ? ആരാ നല്ല ശമരിയക്കാരൻ? പുരോഹിതനോ? അല്ല. എന്ന് പറഞ്ഞു നമുക്ക് കർത്താവ് പറയുന്നതിന് നീ ഏറ്റവും എളിയവരിൽ ഒരാളെ ആദരിക്കുകയും ഏറ്റവും എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന എന്തുവാ? എളിയവനെ ആദരിക്കാൻ ആരും തയ്യാറുമല്ല. എളിയവനെ കാലും കൊണ്ട് തൊഴിക്കാനാണ് നോക്കുന്നത്. അവനെ എങ്ങനെ അകറ്റി നിർത്താമെന്ന് ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലും എല്ലായിടത്തും ഉള്ളത്.
പക്ഷേ മനുഷ്യൻ നോക്കുന്നത് പോണക്കല്ല ദൈവം നോക്കുന്നത്. പലരും നമ്മളെ നോക്കുന്നത് അയ്യോ അവളോ അല്ലേ അവനോ അയ്യോ അവരൊന്നും യോഗ്യതയുള്ളവരല്ല, അവരാരാ. പക്ഷേ കർത്താവാണ് നമ്മളെ ഓരോരുത്തരെയും ശോധന ചെയ്യുന്നതും നമ്മുടെ ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വികാരങ്ങളെ അറിയുന്നത്, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സ്നേഹത്തെ, നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്നെടുക്കുന്നത്. നമ്മൾ സ്നേഹം പ്രസംഗിക്കുകയും സ്നേഹം പറയുകയും മറ്റുള്ളവരോട് പ്രേം ചെയ്യണോ അല്ലെങ്കിൽ സ്നേഹിക്കണമെന്ന് പറയുകയും നമ്മൾ വാദോരാതെ പ്രസംഗിച്ചിട്ട് നമുക്ക് ആരോടും ക്ഷമയില്ല, നമുക്ക് ആരോടും സ്നേഹമില്ല, നമുക്കാരോടും ഇതില്ലാത്ത പ്രവൃത്തികൾ, നമ്മൾ ഒരു വിശന്ന് വരുന്നവനെ കണ്ട ദാനം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ ചെയ്തിട്ട് നമ്മൾ ചുമ്മാതെ നമ്മൾ ആരാധിച്ചിട്ടോ നമ്മൾ പോയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയും. സഹോദരനെ ദേഷിക്കുന്നവന് ശിക്ഷാവിധി ഉണ്ടെന്ന് പറയും അല്ലേ? ബൈബിളിലല്ല, ഇതിൻ്റെ അകത്ത് സർവ്വതും ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് സർവ്വതും ഉണ്ടല്ലോ. ഏത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും എനിക്കിനി ജീവിക്കണ്ടെന്ന് വിചാരിച്ച് കയറും എടുത്തും കൊണ്ടോ വിഷം എടുത്തും കൊണ്ടോ തൂങ്ങിച്ചാകാനോ അല്ലെങ്കിൽ വിഷം കുടിച്ച് ചാകാനോ കെട്ടിച്ചാകാനോ ചാടിച്ചാകാനോ ട്രെയിനിൻ്റെ മുയോ ഒക്കെ പോകുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ വചനം, ഈ ദൈവത്തിൻ്റെ ബൈബിളിലെ ഈ വചനം എടുത്ത് നിഷ്കളങ്ക ഹൃദയത്തോടെ നല്ലപോലെ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ആരും പോയി ആത്മഹത്യ ചെയ്യത്തില്ല. ഒറ്റ മനുഷ്യൻ പോയി ആത്മഹത്യ. വേറെ ഇതിനകത്തിലെ സങ്കീർത്തനം മാത്രം ഒന്ന് വായിച്ചാൽ മതിയല്ലോ. ഇത് ചുമ്മാതെ വീട്ടിൽ വെക്കാനല്ലേ, ഇത് വായിക്കണം. ഇതിനകത്തിലെ വചനം വായിക്കണം. നിരന്തരം ഇതിനെ നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുന്നത് ചുമ്മാ പറഞ്ഞു പോകുമല്ല, വചനം ചുമ്മാതെ കേട്ട് വഴിയിൽ വീണ് അത് പോകാനല്ല, അതിനെ ഉൾക്കൊള്ളണം. അതിലെന്തുവാ പറയുന്നത്, അതിൻ്റെ ആശയം എന്തുവാണ്. യേശുക്രിസ്തു എല്ലാ ഉപമകളാലാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമയിൽ കൂടെ അല്ലേ സർവ്വതും പറഞ്ഞിരിക്കുന്നത്. ഉപമ കൂടാതെ യേശുദേവൻ ഒന്നും പറഞ്ഞിട്ടില്ല. വക്രഹൃദയമുള്ളവനെ ദൈവത്തിന് ഇഷ്ടമില്ല, കള്ളം പറയുന്ന നാവിനെ ദൈവത്തിന് ഇഷ്ടമില്ല. നിനക്ക് എന്ത് കിട്ടും, അത് കിട്ടുന്നതും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ബൈബിളിൽ വചനം പറയുന്നില്ലേ? വക്രഹൃദയമുള്ളവരും കള്ളനും എന്ത് പ്രതിഫലം കിട്ടുമെന്നുള്ളത് ദൈവത്തിന് അറപ്പുള്ളതാണെന്ന് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട് അല്ലേ? മറ്റുള്ള സഹോദരനെ ദ്രോഹിക്കുന്നവനോ സഹോദരനെ പറ്റിക്കുന്നവനോ വഞ്ചിക്കുന്നവനോ അവനും എന്താ ശിക്ഷാവിധി എന്നെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്തുവാ, ഇത് വായിക്കണം, ഇത് ഗ്രഹിക്കണം. എന്താണ് കർത്താവ് പറഞ്ഞതെന്നുള്ളത് വായിക്കണം, ഗ്രഹിക്കണം, എടുക്കണം. ഞാൻ യമനിലായിരുന്ന സമയത്ത് അവിടെ യുദ്ധം കൂടി വന്നു 2015. എല്ലാവരും കരച്ചിലും വെളിച്ചിലും ഭയങ്കര പ്രയാസങ്ങൾ കാര്യങ്ങൾ. എൻ്റെ റൂമിൽ വന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ഇരിക്കും. എന്നിട്ട് അപ്പോൾ പറയില്ല, അമ്മ ചേച്ചിയുടെ അടുത്തിരിക്കുമ്പോൾ എന്തോ ഒരു ധൈര്യം വന്നിരുന്നിട്ട് കരച്ചിൽ. ചേച്ചി നമ്മൾ നാട്ടിൽ പോകുമോ, നമ്മൾ ഇവിടെ കിടന്ന് മരിക്കുമോ, ഭർത്താവിനെ കാണുമോ, മക്കളെ കാണുമോ, അച്ഛനെ കാണുമോ, അമ്മയെ കാണുമോ, ചേച്ചി നമുക്ക് എങ്ങനെ കയറിപ്പോകാൻ പറ്റും. എല്ലാവരും അങ്ങ് ഭയങ്കര കരച്ചിലും പോയി. അപ്പം ഞാൻ പറഞ്ഞു, കരയുന്ന ആരും എൻ്റെ അടുത്ത് വന്നുകൂടാന്ന് പറഞ്ഞു. കരയുന്ന ഒറ്റ വ്യക്തിയോടും എൻ്റെ അടുത്ത് വന്നിരിക്കരുത്. ഒന്നീ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. കാരണം ഞങ്ങളുടെ ഹോസ്റ്റൽ പോലും പൊട്ടിപ്പോയി, ബോംബിട്ടു, എയർ സ്ട്രൈക്കിലും അതിലും ഇതിലും എല്ലാം. ഏത് നിമിഷവും ഞങ്ങളെല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടാം. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മധ്യത്തിൽ ഒരു ബോംബിട്ടാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ മധ്യത്തിലും പോയിട്ടു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിന് ബോംബിടും, നാളെ ഹോസ്റ്റലിന് ബോംബിടും. ഇങ്ങനെ നിരന്തരം വാർത്തകൾ ഇങ്ങനെ സംഭവിച്ചും കൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മളവിടെ കരഞ്ഞിട്ട് തന്നെ കാര്യം കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രതികൂലങ്ങളിൽ നമ്മൾ ചുമ്മാതെ അലമുറ ഇട്ടിട്ടും ചുമ്മാതെ ടെൻഷൻ എടുത്തിട്ടും കാര്യമൊന്നുമില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കരയാനുള്ളവരാരും എൻ്റെ അടുത്ത് വന്നിരിക്കില്ലെന്ന് പറഞ്ഞു. ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കർത്താവിനോട് ഇത്രേ പ്രാർത്ഥിച്ചോളൂ. കർത്താവേ, നീയാണ് എൻ്റെ ഇവിടെ കൊണ്ടുവന്നത്, നീയാണ് യമൻ്റെ പ്രദേശത്ത് എന്നെ കൊണ്ടുവന്നത്. ഇപ്പോൾ 15 വർഷമാകുന്നു. ഇവിടെ വെച്ച് എൻ്റെ ജീവനെ എടുക്കാനാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ ഹിതമെങ്കിൽ അങ്ങനെ അല്ല. എനിക്ക് തിരിച്ച് ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹിതം, അത് എൻ്റെ ഹിതമല്ല. നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വിഷയത്തെ നിൻ്റെ ഹിതം പോലെ നീ ചെയ്തെടുക്കുക. നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ അങ്ങനെ ചെയ്തെടുക്കുക. അത്രയും പ്രാർത്ഥിച്ചു. അങ്ങനെ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 27:7 27 തോന്നുന്നു. അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന് മറവിൽ മറിച്ച് പാറമയിൽ നിന്നെ ഉയർത്തുമെന്നുള്ള വാഗ്ദത്തം. എനിക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം എഴുതി വെച്ച് എൻ്റെ ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
വാഗ്ദത്തം ഇന്ന് അത് കിട്ടി, അല്ലെങ്കിൽ നാളെ അത് കിട്ടി എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം വഴിയിൽ ഉപേക്ഷിക്കില്ല. ആ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ വിടുതലും എനിക്കുണ്ട്, എത്തുണ്ട്. കാരണം ദൈവം എന്നെ കണ്ടിരിക്കുന്നതാണ്. ഒരു ശക്തിക്കും എൻ്റെ ദൈവത്തിൽ നിന്നും എന്നിൽ നിന്നും അകറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ ജീസസിൻ്റെ മകളാണ്. അത് എനിക്ക് നല്ലതായിട്ടറിയാം, ഞാൻ രുചിച്ചറിയുന്നു. കർത്താവ് എൻ്റെയാണ്, ഞാൻ കർത്താവിൻ്റെയാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പറ്റത്തില്ല. കാരണം അതെൻ്റെ കർത്താവിൻ എന്നെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയെ ദൂരത്തിൽ രൂപം കൊള്ളും മുമ്പേ തന്നെ ഞാൻ കണ്ടിരുന്നതെന്ന് എനിക്ക് വാക്ക് തന്ന കർത്താവ്. എൻ്റെ എത്രയോ പ്രതികൂലം എന്ത് ടെസ്റ്റിമണിയോ സാക്ഷ്യമോ പറഞ്ഞാലെങ്ങും തീരാത്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയുമാണ്. നിങ്ങൾ ഇനി ഞാൻ തുടർച്ചയായിട്ട് ഇനിയും പറയും. എന്ത് പ്രതികൂലങ്ങളാട്ടെ, പ്രതിസന്ധികളാട്ടെ, ബുദ്ധിമുട്ടുകളാട്ടെ, പ്രയാസങ്ങളാട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന വേദനകളായിക്കോട്ടെ, ഇതെടുക്കൂ, ഇത് തുറക്കൂ, ഇതിലെ സങ്കീർത്തനം വചനങ്ങൾ വായിക്കൂ. നിങ്ങൾക്ക് ശാന്തി ലഭിക്കും, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സത്യസന്ധതയോടെയും നിങ്ങൾ ഒരു മനുഷ്യനെ ദ്രോഹിക്കാതെ, ഒരു വ്യക്തിയെ ദ്രോഹിക്കാതെ നന്മയൊക്കെ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് നല്ല അനുഗ്രഹം തന്നെ കിട്ടും. ഞാൻ നന്മകൾ ചെയ്ത് എനിക്ക് തിന്മ മാത്രം ജീവിതത്തിൽ തിരിച്ചടി ലഭിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നന്മയ്ക്ക് പകരം എല്ലാം എനിക്ക് തിരിച്ച് തിന്മയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ദൈവമേ എല്ലാവരെയും സഹായിച്ചിട്ടും മനുഷ്യരോടെല്ലാം എല്ലാവർക്കും നമ്മൾ നന്മ മാത്രം ചെയ്തിട്ടും എടുത്തിട്ടും എന്താ കർത്താവ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വചനപ്പെട്ടി ഇങ്ങനെ വചനം എടുത്തപ്പോൾ അത്ര കറക്റ്റായിട്ട് അച്ചട്ടായിട്ട് എനിക്ക് ആ വചനം കിട്ടിയെന്തോ, നീ നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒരു നാളും മടുത്തു പോകരുതെന്ന്. അപ്പം പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നന്മകൾ ചെയ്യാതിരിക്കുമോ? നമുക്ക് സഹജീവികളോട് നമുക്ക് കരുണയില്ല, സ്നേഹമില്ല. നമ്മൾ ആഹാരം കഴിച്ച് നമ്മളെ വരണം. അയലക്കത്തുള്ളവൻ കഴിച്ചോ കുടിച്ചോ, അവൻ്റെ അടുത്ത് ഉണ്ടോ കഴിക്കാനും കുടിക്കാനും എന്ന് തിരക്കുകയും അവനില്ലാന്നെങ്കിൽ നമുക്ക് ഉള്ളതിൽ നിന്നും അവന് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുന്നത് എന്തുവാ? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എന്ത്? ക്രിസ്ത്യാനിസ് നോട്ട് എ റിലീജിയൻ. പിന്നെയും ഞാൻ പറയുന്നു, ക്രിസ്ത്യാനിസ് നോട്ട് എ റിലീജിയൻ. കർത്താവ് പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. എവനെന്നില്ല, യഹൂദനെന്ന ആരുമില്ല. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, എൻ്റെ വചനം കേൾക്കുന്ന, എൻ്റെ വചനം അനുസരിക്കുന്നവരെ ഞാൻ എപ്പോഴും കൈവിടില്ല. അപ്പം ഏത് പ്രതികൂലങ്ങളാട്ടെ, പ്രതിസന്ധികളാട്ടെ, എന്തുമായിട്ടോ നിങ്ങളെ അലട്ടുന്ന എത്ര വേദനകളായാലും നിങ്ങൾ വിശ്വാസത്തോടെ നല്ല പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ നിങ്ങൾ ഈ ബൈബിളിലെ വചനം നിങ്ങൾ വായിച്ച് നിങ്ങൾ ഗ്രഹസ്ഥമാക്കി അതിന് നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല ചിന്തയോടെ, സ്നേഹത്തോടെ, സഹോദരത്തോടെ എല്ലാവരും നിങ്ങളെ അയക്കാൻ വിജയം നിങ്ങൾക്ക് കർത്താവ് തരും. ഹല്ലേലൂയ.